വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. EJKയുടെ വീക്കെൻഡ് റിവ്യൂ ആണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന റിവ്യൂവിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വീക്കിൽ തന്നെ നടക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ഞാൻ ഹിന്ദിയിലെ സീരിയൽ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു റെഫറൻസിൽ. അപ്പം മലയാളത്തിൽ അത് വരുമ്പോൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് വേണം എന്നില്ല. കാരണം മലയാളത്തിൽ വരുമ്പോൾ ഇപ്പം തന്നെ പല സീൻസും വെട്ടിയിട്ടുണ്ട് ഹിന്ദിയിൽ, പിന്നെ ചില സീൻസൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലാഗ് വരാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ റിവ്യൂ പറയുന്ന സീൻസ് ചിലപ്പോൾ അടുത്ത വീക്കിലായിരിക്കും വരുന്നതും, അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടായിരിക്കും, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ കാണും. അപ്പോൾ എല്ലാ പാർട്ടും എല്ലാവരും കാണണം. ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് റിവ്യൂ ഇട്ടപ്പോഴത്തേക്ക് കൂടുതൽ പേര് ഫസ്റ്റ് പാർട്ടേ കണ്ടിട്ടുള്ളൂ, സെക്കൻഡ് പാർട്ട് കണ്ടിട്ടില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അങ്ങനെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതും കാണണം എല്ലാവരും. അപ്പോൾ ഞാൻ നേരെ വീക്കെൻഡ് റിവ്യൂവിലേക്ക് പോവാം. ഇത് സത്യം പറഞ്ഞാൽ അടുത്ത വീക്കിലെ ഫസ്റ്റ് എപ്പിസോഡൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടും. ഇത് നമ്മുടെ അടുത്ത വീക്കിൻ്റെ ഒരു പകുതിയൊക്കെ ആവുന്ന സമയത്ത് വരുന്ന ഒരു എപ്പിസോഡാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീക്കെൻഡ് റിവ്യൂവിലേക്ക് കടക്കാം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ശ്രുതി ഒരു കാര്യം അറിയും. അതായത് അശ്വിൻ്റെ ജാതകത്തിൽ ഒരു എഴുത്തുണ്ട്. ആ എഴുത്ത് ഇതാണ്: അശ്വിൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഭാര്യയ്ക്ക് 6 മാസമേ ആയുസ് കാണത്തുള്ളൂ. അതിനുശേഷം ആ ഭാര്യ മരണപ്പെടും. പിന്നീട് അശ്വിൻ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഭാര്യയ്ക്കാണെങ്കിൽ അശ്വിൻ്റെ കൂടെ ഉടനീളം ജീവിക്കാനുള്ള ആയുസ്സും കാണുമെന്ന് എഴുതിയിട്ടുണ്ട്. ദീർഘായുസായിരിക്കും ആ ഭാര്യയ്ക്ക്. അപ്പോൾ ശ്രുതി ഇതറിയുമ്പോൾ സത്യം പറഞ്ഞാൽ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവും. കാരണം അശ്വിനാണെങ്കിൽ ശ്രുതിയായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, കോൺട്രാക്റ്റ് 6 മാസത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ ആ അശ്വിൻ പറഞ്ഞ കോൺട്രാക്റ്റ് ആണെങ്കിലും 6 മാസമേ ഉള്ളൂ. പിന്നെ ശ്രുതി നോക്കുമ്പോൾ അത് മാത്രമല്ല, ശ്രുതിയാണ് അശ്വിൻ്റെ ആദ്യ ഭാര്യ. സാധാരണ ഇങ്ങനെ ജാതകദോഷമുള്ള ആൾക്കാർക്ക് ആദ്യം ഒരു വാഴക്കല്യാണം നടത്തിയിട്ട് പിന്നീട് രണ്ടാമതൊരു വധുവിനെ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രുതിയാണ് അശ്വിൻ്റെ ആദ്യ ഭാര്യ. പിന്നെ ഈ കോൺട്രാക്റ്റ് ഒത്തു നോക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അശ്വിൻ മനഃപൂർവ്വം ഇത് അറിഞ്ഞുകൊണ്ട് ശ്രുതിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി 6 മാസത്തേക്ക് കല്യാണം കഴിച്ച് ലാവണ്യയുടെ കല്യാണമായിട്ട് പിന്മാറിയതിൻ്റെ കാരണം ഇത് തന്നെയാണെന്ന് ശ്രുതി അങ്ങ് തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സമയത്തായിരിക്കും പല കോയിൻസിഡൻസ് നടക്കുന്നത്. ഈ തെറ്റിദ്ധാരണ വരുന്ന ശ്രുതിയുടെ വീട്ടിൽ വെച്ചായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ ശ്രുതിയുടെ വീട്ടിലാണല്ലോ സീരിയലിൻ്റെ എപ്പിസോഡ്സ് ഓടുന്നത്. ഈ സമയത്തായിരിക്കും ഈ ഒരു ട്രാക്ക് വരുന്നത്, ഈ സീൻ വരുന്നത്. അപ്പോൾ ശ്രുതി മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂസായി പോകും. ഇതൊക്കെ എന്തൊക്കെയായി നടക്കുന്നതെന്നും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവില്ല, എന്ത് ചെയ്യണം എന്നൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ അശ്വിനെ തെറ്റിദ്ധരിക്കും ശ്രുതി. അങ്ങനെ കുറേ കോയിൻസിഡൻസ് ഇത് ശ്രുതി അറിഞ്ഞതിന് ശേഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ്, അതായത് കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ എപ്പിസോഡ് തീരുമ്പോൾ തന്നെ അശ്വിൻ അത്യാവശ്യമൊക്കെ ശ്രുതിയുടെ വീട്ടുകാരുമായിട്ട് സിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ആഴ്ച വരുന്ന എപ്പിസോഡുകളിലും അശ്വിൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ ശ്രുതിയുടെ വീട്ടുകാരുമായിട്ട് ഒരു ബോണ്ടിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അവിടുത്തെ ഒരു മെമ്പർ എന്ന നിലയിലായിരിക്കും പിന്നീട് അങ്ങോട്ട് അശ്വിൻ അവിടെ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ അമ്മായി ഉണ്ടല്ലോ, അമ്മായി ആണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ചെടിയൊക്കെ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അശ്വിൻ അതുവഴി പോകുന്നത്. അപ്പോൾ അശ്വിന് പെട്ടെന്ന് അശ്വിൻ്റെ വീട്ടിലെ പൂന്തോട്ടം, അശ്വിൻ്റെ ആ ഒരു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് അശ്വിൻ അമ്മായിയുടെ അടുത്ത് ചെന്ന് ചോദിക്കും: അമ്മായി, എനിക്ക് ഇതിലോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ ഒരവസരം തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മായി ആ മോൻ ചെയ്തോന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മായി സത്യം പറഞ്ഞാൽ ചെടിയുടെ ഓരോ വേരും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് അശ്വിൻ അത് പറയുന്നത്. അപ്പോൾ അമ്മായി ആ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഗാർഡൻ സിസേഴ്സ് ഉണ്ടല്ലോ, അതാണ് അമ്മായിയുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വലിയ സിസേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ശ്രുതി അതുവഴി പോവും. അതായത് ഈ സത്യം അറിഞ്ഞതിന് ശേഷമാണ് ശ്രുതി അതുവഴി പോകുന്നത്. ആ സമയത്ത് ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ്റെ കയ്യിൽ ഒരു വലിയ സിസേഴ്സ്. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്ത, അതായത് അശ്വിൻ കറക്റ്റ് 6 മാസം ആവേ, ഇനി 1-2 മാസത്തിൻ്റെ കുറവേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവയുടെ കല്യാണം കഴിച്ചിട്ട് ഇപ്പം 5-6 മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 6 മാസം എന്നതിലേക്ക് എത്താൻ 2-3 മാസത്തിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ അശ്വിൻ മനഃപൂർവ്വം എന്നെ കൊല്ലാനായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുക, അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്നൊക്കെ ഉള്ള വിചാരമായിരിക്കും. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ചുമ്മാ ശ്രുതിയെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ച് ആ സിസേഴ്സ് വെച്ച് മുറിക്കുന്ന പോലെയൊക്കെ ആക്ഷൻ കാണിക്കും.
അപ്പോൾ ശ്രുതി ഞെട്ടി അങ്ങ് പോവും. അത് കഴിഞ്ഞ് പിന്നീട് ഇതുപോലെ തന്നെ പിന്നെ ഒരു കോയിൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ അമ്മായി ആണെങ്കിൽ അവിടെ അഴ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അഴ കെട്ടാൻ അമ്മായിക്ക് വലിയ പൊക്കം കാണത്തില്ല. അപ്പോൾ അശ്വിനായിരിക്കും അഴ കെട്ടാൻ സഹായിക്കുന്നത്. അപ്പോൾ ശ്രുതി ആ സമയത്ത് അത് ഒഴുകുമ്പോൾ ശ്രുതി നോക്കുമ്പോൾ അശ്വിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇറുക്കിയൊക്കെ അഴ കെട്ടുമായിരിക്കും. അപ്പോൾ ഇത് കാണുന്ന ശ്രുതിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അശ്വിനാണെങ്കിൽ ശ്രുതിയെ കൊല്ലാനായിട്ടുള്ള എന്തൊക്കെയോ വേറെ കയറുകൊണ്ടുള്ള പ്രിപ്പറേഷനൊക്കെയാണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും കോയിൻസിഡൻസ് വരുന്നതായിരിക്കും. ആ സമയത്ത് ആണെങ്കിൽ ശ്രുതി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പേടിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ദിവസമൊക്കെ ഒന്നും അത്രയ്ക്ക് ആഹാരമൊന്നും കഴിക്കത്തില്ല. ജസ്റ്റ് കഴിച്ചു എന്നൊക്കെ ആക്കുന്നതല്ലാതെ വലിയ രീതിയിലൊന്നും കഴിക്കില്ല. അപ്പോൾ ഇത് കാണുന്ന അമ്മായിക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. അശ്വിനാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് ശ്രുതിക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അശ്വിൻ ഇങ്ങനെ വലിയ കാര്യമാക്കില്ല അത്. പക്ഷേ അമ്മായിയാണെങ്കിൽ രാത്രി അശ്വിന് ഒരു ഗ്ലാസ് പാല് കൊടുക്കും. ഈ പാല് കൊടുക്കുന്ന സമയത്താണെങ്കിൽ അശ്വിൻ സത്യം പറഞ്ഞാൽ ചായയും കാപ്പിയൊക്കെ രാവിലെയൊക്കെ കുടിക്കും, ഇങ്ങനെ രാത്രിയൊന്നും കുടിക്കത്തില്ല. അപ്പോൾ അശ്വിൻ നിരസിക്കും, അമ്മ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്. ആ സമയത്ത് നമ്മുടെ അമ്മായി പറയും എന്തായാലും ശ്രുതി ഇന്ന് അത്രയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ശ്രുതിമോക്ക് ഈ പാലങ്ങ് അശ്വിൻ കൊണ്ട് കൊടുക്കാൻ പറയും. അതായത് അശ്വിൻ ആ പാലെടുത്തുകൊണ്ട് പോയി ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒന്നാമത് പേടിച്ചിരിക്കും, ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചും കിഴിച്ചുമൊക്കെ പേടിച്ചിരിക്കുക. അങ്ങനെ അശ്വിൻ ഈ ഒരു ഗ്ലാസ് പാലും കൊണ്ട് വന്നിട്ട് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അയ്യോ എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മനസ്സിൽ പേടിയുള്ളതുകൊണ്ടാണ്, ഇനി അശ്വിൻ അത് വല്ല കലക്കി തന്നിട്ടുണ്ടോ എന്നൊരു പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷേ ശ്രുതി വേണ്ടെന്ന് പറഞ്ഞിട്ടും അശ്വിൻ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇയാളെന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ സാധനം കൊണ്ടുവന്ന് നിർബന്ധിക്കുന്നത്, മിക്കവാറും ഇതിലെന്തോ കലക്കിയിട്ടുണ്ടെന്ന് ശ്രുതിക്ക് ഉറപ്പിച്ച പോലെ ആയിപ്പോവും കേട്ടോ. കാരണം അശ്വിൻ ആദ്യമായിട്ടാണ് ശ്രുതി ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ നിർബന്ധിക്കുന്നത്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആ പാല് മേടിക്കുന്നുണ്ട്, പക്ഷേ കുടിക്കുന്നൊന്നുമില്ല, മേടിച്ച് അവിടെ വെക്കും. അത് കഴിഞ്ഞ് ശ്രുതി കിടക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിനും ബെഡിൽ കിടക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കിയാണ് കിടക്കുന്നത് കേട്ടോ. അശ്വിൻ എന്തെങ്കിലും രാത്രി ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അശ്വിനെ തന്നെ നോക്കിയാണ് കിടക്കുന്നത്. അശ്വിനാണെങ്കിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്, പക്ഷേ ശ്രുതിയാണെങ്കിൽ ആ രാത്രി ഫുൾ അശ്വിനെ നോക്കി ഇങ്ങനെ പേടിച്ച് വരണ്ട് കിടക്കുമായിരിക്കും. പിന്നീട് രാവിലെ ആയിരിക്കും കാണിക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കും എന്തായാലും എന്നെ കൊല്ലുമല്ലോ 6 മാസം കഴിയുമ്പോൾ, അതുകൊണ്ട് തന്നെ ഞാനായിട്ടങ്ങ് മരിച്ചുകൂടെ എന്ന രീതിയാവും ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ശ്രുതി തൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പല രീതിയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കുറേ തുണികളൊക്കെ അനാഥാലയത്തിലേക്കും പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങളിങ്ങനെ ഡൊണേഷൻ അത് ഇതെന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട്. സംഭവം ശ്രുതിയുടേതായിട്ടുള്ള ഒരു സാധനം ഇനി ഈ ലോകത്ത് ഉണ്ടാകല് എന്ന രീതിയിലാണ് അങ്ങനെ ശ്രുതി ചെയ്യുന്നത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സാരി, അതായത് ഒരു നീല സാരി ഡ്രൈ ക്ലീന് ശ്രുതി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ സാരി വരുന്ന സമയമാവും. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പ്രീതിയെ വിളിച്ചിട്ട് പറയും ചേച്ചി എൻ്റെ ഒരു സാരി ഡ്രൈ ക്ലീൻ കൊടുക്കും, ആ നീല സാരിയാണ്, അത് വരുമ്പോൾ ചേച്ചി ആ സാരി അങ്ങ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രീതി ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ സാരി ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്നാണ്, നിൻ്റെ ഇഷ്ടപ്പെട്ട സാരിയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ചേച്ചി ആ സാരി എടുക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഇത് മലയാളത്തിൽ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയാം. അതായത് ഇവർ കല്യാണത്തിന് മുന്നേ ഇവർക്ക് 2 പേരിൽ ആർക്കാണോ ആദ്യം പിള്ളേരുണ്ടാകുന്നത് ആ പിള്ളേർക്കിടാൻ 2 പേരുകൾ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ 2 പേരുകൾ പറയുന്നുണ്ട്. അതായത് ചേച്ചിക്ക് ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഇന്ന പേരിടുമെന്ന് നമ്മൾ പറഞ്ഞു, ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഇന്ന പേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ശ്രുതി എന്തായാലും ഇനി ഈ ലോകത്ത് കാണില്ലെന്ന് ശ്രുതിക്കറിയാം. അപ്പോൾ ചേച്ചി അത് ഓർമ്മിപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അതായത് ആദ്യം ചേച്ചിക്ക് അയക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി പിള്ളേരുണ്ടാകുന്നത് ശ്രുതി മരിച്ചു പോവുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തെയാണ് പറയുന്നത്. പക്ഷേ പ്രീതിക്ക് അതൊന്നും മനസ്സിലാവില്ല. അങ്ങനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അമ്മായിയും അവിടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ അമ്മയുടെ അടുത്തും അമ്മായിയുടെ അടുത്തും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതായത് ഞാൻ പോവുക അമ്മായിന്ന്. അപ്പോഴത്തേക്ക് അമ്മായി ചോദിക്കും നീ എങ്ങോട്ട് പോവാന്ന്. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പറയും അത് പിന്നെ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാന്ന്. ആ സമയത്ത് അമ്മായി പറയും എന്തായാലും പോവുമല്ലേ, അപ്പോൾ കുറച്ച് സവാളയൊക്കെ മേടിച്ച് നോക്കാൻ പറഞ്ഞേക്കും. ആ സമയത്ത് അശ്വിൻ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ അശ്വിന് മനസ്സിലാവുന്നില്ല ഇവൾ എന്തായി പറയുന്നതെന്ന്. പിന്നീട് അമ്മായി ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്
ഞാൻ അതിന് സാധനം മേടിക്കാനല്ല പോണ അമ്മ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ആണെങ്കിൽ ശ്രുതിയുടെ ബെഡിൻ്റെ അറ്റത്ത് കെട്ടി തൂക്കിയിട്ടിരുന്ന കുറേ സ്റ്റാറൊക്കെ ഇല്ലേ, അതായത് ശ്രുതിയുടെ പണ്ടത്തെ ഒരു വിശ്വാസമുണ്ട്, അതായത് മരിച്ചു പോയത് നക്ഷത്രങ്ങളായിട്ട് വരും എന്ന്. അപ്പോൾ ആ ഒരു രീതിക്ക് ആ സ്റ്റാറാണെങ്കിൽ ശ്രുതി എടുത്ത് ഒരു എൻവലപ്പിൽ ആക്കിയിട്ട് ടേബിളിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി എന്നിട്ട് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അശ്വിൻ ഇങ്ങനെ ഇവർക്ക് എന്താ പറ്റിയെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും അമ്മ അവൾക്ക് വട്ടാന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ഒരു കത്തൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ, ആ സ്റ്റാറിൻ്റെ ആ ഒരു കൂട്ടിൽ. ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.